I am from Kollam. ഞാൻ ഇന്ന് സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ ആണ്. In an examination, Ramesh scored 15 marks more than Gurdas, where Leela scored 7 marks less than Gurdas in the same examination. If their total score 83, find the marks scored by Gurdas. ഇവിടെ ചോദിച്ചിട്ടെന്ന് വെച്ചാൽ ഒരു പരീക്ഷയിൽ ഗുരുദാസിന്റെ മാർക്കിനേക്കാൾ രാമേഷ് 15 മാർക്ക് വാങ്ങിച്ചു. അതുപോലെ ഗുരുദാസിനേക്കാൾ ലീല 7 മാർക്ക് കുറവാണ്. അപ്പം അവരുടെ 3 പേരുടെ മാർക്ക് കൂട്ടിയപ്പം 83 കിട്ടിയത്. അപ്പൊ ഗുരുദാസിന്റെ മാർക്ക് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്? നമുക്ക് ഇത് ഓപ്ഷൻ വഴി പോവാം. ആദ്യത്തെ ഓപ്ഷനാണ് 18. അപ്പം ഗുരുദാസിന്റെ 18 ആണ് വിചാരിക്കുക. ഗുരുദാസ് 18. ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഗുരുദാസിനേക്കാൾ രാമേഷ് 15 മാർക്ക് വാങ്ങിച്ചു. അപ്പം 18 പ്ലസ് 15 ഈസിക്വൽ ടു എത്ര കിട്ടും? 33 കിട്ടും. പിന്നെ അടുത്തത് എന്തുവാ? ഗുരുദാസിന്റെ മാർക്കിനേക്കാൾ ലീല 7 മാർക്ക് കുറവാണ് വായിച്ചത്. അപ്പോൾ 18 മൈനസ് 7 ഈസിക്വൽ ടു എത്ര കിട്ടും? 11 കിട്ടും. ഇനി നമ്മൾ ഇത്രയും കൂട്ടണം. 18 പ്ലസ് 33 പ്ലസ് 11 കൂട്ടണം. ഇത് കൂട്ടുമ്പോൾ 83 3 പേരുടെയും കൂട്ടുമ്പോൾ 83 അല്ലേ വരണ്ടേ? അപ്പോൾ നമുക്ക് ഇനി നോക്കാം 83 വരുന്നുണ്ടോ. അപ്പം ഇവിടെ ഇത് കൂട്ടുമ്പോൾ 62 കിട്ടുന്നത്. പക്ഷെ 3 പേരുടെയും കൂട്ടുമ്പോൾ 83 വരണ്ടേ? ഇവിടെ വന്നിരിക്കുന്നത് 62 അല്ലേ? അപ്പൊ ഈ ഓപ്ഷൻ തെറ്റാ. അടുത്ത ഓപ്ഷനിലേക്ക് പോവാം. ഇതുപോലെ തന്നെ ഗുരുദാസിന്റെ മാർക്ക് 25 വിചാരിച്ചോ. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഗുരുദാസിന്റെ മാർക്കിനേക്കാൾ രാമേഷിന് 15 മാർക്ക് കൂടുതലാണ്. അപ്പൊ 25 പ്ലസ് 15 ഈക്വൽ ടു എത്ര? 40 കിട്ടും. പിന്നെ ലീലയുടെ ഗുരുദാസിന്റെ മാർക്കിനേക്കാൾ ലീലയ്ക്ക് കുറവ് മാർക്കല്ലേ? 7 മാർക്ക് കുറവല്ലേ? അപ്പം 25 മൈനസ് 7 അപ്പൊ എത്ര കിട്ടും? 18 കിട്ടും. ഇനി കൂട്ടി നോക്കാം. അപ്പൊ 83 കിട്ടും. അപ്പൊ 3 പേരുടെയും കൂട്ടുമ്പോ 83 വരണമെന്നല്ലേ പറഞ്ഞേ? അപ്പൊ 83. അപ്പൊ ആൻസർ 25. അപ്പൊ ഗുരുദാസിന്റെ മാർക്ക് എത്ര? ഗുരുദാസ് മാർക്ക് ഗുരുദാസിന്റെ മാർക്ക് 25 ആണ്. താങ്ക് യു.